Hi students, welcome to LMthing. നമ്മൾ ഇന്ന് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേം പഠിച്ചതിന് ശേഷം എക്സസൈസിലെ 2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പം ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേം എന്താണ്? പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം, ടേം എന്ന് പറഞ്ഞാൽ പദം. പദങ്ങളുടെയും സ്ഥാനങ്ങളുടെയും വ്യത്യാസങ്ങൾ, അതായത് സ്ഥാനം മാറുന്നതിനനുസരിച്ച് പദങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു, പദങ്ങൾ മാറുന്നതനുസരിച്ച് അതിന്റെ സ്ഥാനത്തിന് എന്ത് സംഭവിക്കുന്നു, അതിലുള്ള മാറ്റമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒരു സീക്വൻസ് ചെയ്താ 10, 13, 16, 19. ഇതൊരു സമാന്തര ശ്രേണിയാണോ? അതെ. എന്തുകൊണ്ടാണ്? പൊതുവ്യത്യാസം ഉള്ളത് കൊണ്ട്. അതായത് പൊതുവ്യത്യാസം ഇവിടെ 3 10ഉം 3ഉം 13, 3ഉം 16, 3ഉം 19 അങ്ങനെ പോകുന്നു. അപ്പോഴേ ഈ ശ്രേണിയില് 10 ഒന്നാം സ്ഥാനത്താ അല്ലേ? അപ്പൊ നമുക്ക് പൊസിഷനും ടേമും എഴുതാം. പൊസിഷൻ ടേം 2 കോളം പോലെ നമുക്ക് എഴുതാം. പൊസിഷൻ ആൻഡ് ടേം. ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ, നാലാമത്തെ പൊസിഷൻ. ഒന്നാമത്തെ പൊസിഷനിൽ ആരാണ്? 10. രണ്ടാമത്തെ പൊസിഷനിൽ ആരാണ്? 13. മൂന്നിലാരാണ്? 16. നാലിലാരാണ്? 19. ഇങ്ങനെ അങ്ങ് പോകുകയാണ് അല്ലേ? ഇനി നമുക്ക് അടുത്ത വേണമെങ്കിൽ എഴുതി പോകാം. എന്തുകൊണ്ടാ? പൊതുവ്യത്യാസം അറിയാവുന്നത് കൊണ്ട്. അപ്പം പൊസിഷൻ മാറുമ്പോൾ, സ്ഥാനം മാറുമ്പോൾ പദങ്ങൾക്ക് എന്തു സംഭവിക്കുന്നു? നോക്കിക്കേ, പൊസിഷൻ 1, 2, 2, 3, 4. പക്ഷെ ഈ പൊസിഷൻ, സ്ഥാനങ്ങൾ മാറുന്നതിനനുസരിച്ച് പദങ്ങളിലും മാറ്റമില്ലേ? നോക്കിക്കേ, എന്താണ്? സ്ഥാനം 1 കൂടുമ്പോൾ പദങ്ങള് എത്ര കൂടുന്നു? 3 വീതം കൂടുന്നു. When the position increases by 1, the term increases by 3. ശരിയല്ലേ? നോക്കിക്കേ, പൊസിഷൻ increases by 1, സ്ഥാനം 1 വീതം കൂടുമ്പോൾ എന്താണ്? പദങ്ങൾ, term increases by 3, പദങ്ങള് 3 വീതം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 4 പദങ്ങൾ വരെ നമുക്ക് അറിയാം. ഇനി ഒരു 10ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ, ഇങ്ങനെ 10ാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ 10ാമത്തെ പദത്തില്, 10ാമത്തെ സ്ഥാനത്തില്, പദമല്ല 10ാമത്തെ സ്ഥാനത്തില് ഏത് പദമാണ് വരുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 1ാമത്തെ സ്ഥാനത്ത് 10, രണ്ടാമത്തെ സ്ഥാനത്ത് 13. അങ്ങനെ ഓരോ സ്ഥാനങ്ങൾ മാറുന്നതിനനുസരിച്ച് എന്താണ്? പദങ്ങളില് 3 വീതം വ്യത്യാസം വരുന്നുണ്ട്, 3 വീതം കൂടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ? When the position increases by 1, the term increases by 3. അങ്ങനെയാണെങ്കിൽ എനിക്ക് 10ാമത്തെ സ്ഥാനത്ത് എത്തണമെങ്കിൽ എന്റെ പദം എന്തായിരിക്കണം? 10ാമത്തെ സ്ഥാനത്ത് എത്തണമെങ്കിൽ എന്റെ പദം എന്തായിരിക്കണം? നമുക്കതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ ഇവിടെ 4 സ്ഥാനം വരെ എഴുതിയിട്ടുണ്ടല്ലേ? 4-ന്ന് 10 വരെ പോണെങ്കിൽ എത്രയാണ് വ്യത്യാസം? 10 - 4 എത്ര? 6 എണ്ണത്തിന്റെ വ്യത്യാസമുണ്ട് അല്ലെ? 6 വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1ാമത്തെ പദത്തിൽ നിന്ന്, 1ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന 10, 10-ന്ന് 13 എത്തണമെങ്കിൽ എത്ര വ്യത്യാസമുണ്ട്? 3 എണ്ണം അല്ലെ? അപ്പം 10ാമത്തെ പദം കാണണമെങ്കിൽ നമ്മള് എത്ര വ്യത്യാസങ്ങൾ? 3, 3, 3. 4ാമത്തെ പദം തൊട്ട് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ടു ഗെറ്റ് ദ 10th term ഫ്രം ദ 4th term, 4 പദങ്ങൾ വരെ, 4 ടേം വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ടു ഗെറ്റ് ദ 10th term ഫ്രം ദ 4th term, വി മസ്റ്റ് ആഡ്. നമ്മൾ എന്ത് ആഡ് ചെയ്യണം? എത്ര പൊസിഷനിൽ എത്ര വ്യത്യാസമുണ്ട്? 6. 6 times 3. 6 times 3 നമ്മൾ ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ടു ഗെറ്റ്, ഇത് പൊസിഷന്റെ ഡിഫറൻസ് ആണ്. 10ാമത്തെ പൊസിഷനും 4ാമത്തെ പൊസിഷനും 6 എണ്ണത്തിന്റെ വ്യത്യാസമുണ്ട്. ടു ഗെറ്റ് 10th term, ഞാൻ എത്ര ആഡ് ചെയ്യണം? ടു ഗെറ്റ് ദ 10th term ഫ്രം ദ 4th term.
ഫ്രം ദ ഫോർത്ത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നാലാം പദത്തിൽ നിന്ന് 10ാം പദം എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് ആഡ്. എന്ത് ആഡ് ചെയ്യണം? വി മസ്റ്റ് ആഡ് 6 times 3. എന്താ മനസ്സിലായ? 6 എന്ന് പറഞ്ഞാൽ വ്യത്യാസം, സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. 3 3 3 3. ഇവിടുന്ന് വീണ്ടും 3 ആഡ് ചെയ്യണം, വീണ്ടും 3 ആഡ് ചെയ്യണം. അങ്ങനെ 6 പ്രാവശ്യം 3 കൂട്ടിയാലേ ഞാൻ എവിടെ എത്തൂ? 10-ലെത്തും. 6 പ്രാവശ്യം 3 കൂട്ടിയാലേ ഞാൻ 10-ലെത്തും. അങ്ങനെയാണെങ്കിൽ എന്റെ 10ാമത്തെ പദം കണ്ടുപിടിച്ചൂടെ? 10th term ഈക്വൽസ് എവിടെന്നാ ഞാൻ തുടങ്ങുന്നത്? 4ാമത്തെ പദം. 4ാമത്തെ പദത്തിൽ ഞാൻ ആരാണ്? 19 ആണ്. 19ആയ ഞാൻ എനിക്ക് 10ാം സ്ഥാനത്ത് 10ാമത്തെ പൊസിഷനിൽ എത്തണമെങ്കിൽ എന്റെ കൂടെ ആര് കൂടി വേണം? 6 times 3. അതായത് 6 into 3. 6 times 3 എന്ന് പറയുമ്പോൾ 6 into 3 equals 19 plus 6 3 is 18. എത്ര വരും? 37 എന്ന് വരും. അപ്പം 10ാമത്തെ പദം എത്രയാണ്? 37 ആണ്. 10ാമത്തെ പദം 37 എന്ന് കിട്ടി. അപ്പൊ എങ്ങനെയാന്ന് മനസ്സിലായോ? ഞാൻ വേറെ 2-3 എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോഴ് ഞങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, ടേം ഇൻക്രീസസ് ബൈ 3. ഇനി ഡിഗ്രീസ് ചെയ്യുന്ന കേസും ഉണ്ട്, ഡിഗ്രീസ് ചെയ്യുന്ന കേസും ഉണ്ട്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ എടുക്കാം. ഈ സീക്വൻസ് നോക്കിക്കേ. 3 8 13. ഇത് ഇൻക്രീസ് ചെയ്താ പോകുന്നത്, കൂടിക്കൂടിയാ പോകുന്നത് അല്ലേ? അപ്പൊ പൊസിഷൻ ഇവിടെ എത്ര കൂടുന്നു? 5 വീതം കൂടുന്നു അല്ലേ? വെൻ position increases by 1, the term increases by 5. Increases by 5. ഈ 5 എന്ന് പറയുന്നതാണ് കോമൺ ഡിഫറൻസ്. പൊസിഷൻ എന്ന് പറയുന്നത് 1ാമത്തെ പൊസിഷൻ, 2ാമത്തെ പൊസിഷൻ, 3ാമത്തെ പൊസിഷൻ. അതായത് പൊസിഷൻ എപ്പോഴും 1 വീതമാണ് കൂടുന്നത്. അല്ലാതെ 1ാമത്തെ പൊസിഷൻ കഴിഞ്ഞ് 3ാമത്തെ പൊസിഷൻ അത് ചില ബ്ലാങ്ക്സ് ഒക്കെ ഇട്ട് കണ്ടുപിടിക്കാൻ തരുവാണ്. അല്ലാതെ 1 3 7 എന്ന് പറഞ്ഞൊരു പൊസിഷനേ ഇല്ല. പൊസിഷൻ കണ്ടിന്യൂസ് ആൻഡ് ഇൻക്രീസസ് ബൈ 1. ഹിയർ ഇറ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ഇവിടെ കൂടുകയോ കുറയോ ചെയ്യാം. കൂടാനും സാധ്യതയുണ്ട്, ചില ശ്രേണികളിൽ അത് കുറയാനും സാധ്യതയുണ്ട്. ഇതിപ്പം കൂടുന്നതാണ്, കുറയുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ എനിക്ക് ഞാനൊരു 15ാമത്തെ പദത്തിൽ എത്തണം എന്ന് വിചാരിച്ചു. 15ാമത്തെ പദം 15th ടേമിൽ എനിക്ക് എത്താൻ വേണ്ട. ആദ്യം 15 ഒന്നും പറയണ്ട, 10th ടേം തന്നെ എടുത്തോ. 10th ടേമിൽ എനിക്ക് എത്തണം. 1ാമത്തെ ടേം 3, 1ാം പദം 3, 2ാം പദം 8, 3ാം പദം 13. അപ്പൊ 5 കൂട്ടിയാൽ 4ാം പദം കിട്ടും. വീണ്ടും 5 കൂട്ടിയാൽ 4ാം പദം, അടുത്ത പദം കിട്ടും. എത്ര കിട്ടും? 5ാം പദം കിട്ടും. അങ്ങനെ 5 വീതം കൂട്ടി കൂട്ടി പോകണം. അപ്പം 10ൽ എത്തണമെങ്കിൽ ഞാൻ ഇപ്പൊ 3ാം സ്ഥാനത്താ ഉള്ളത്. അപ്പൊ ഞാൻ 10ൽ എത്തണമെങ്കിൽ എന്റെ പൊസിഷന്റെ വ്യത്യാസം എന്താണ്? പൊസിഷൻ ഡിഫറൻസ്. എന്റെ സ്ഥാനത്തിലുള്ള 10 മൈനസ് 3 7 ആണ്. 7 സ്ഥാനം ഞാൻ അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പം എത്ര പൊതുവ്യത്യാസം? 5. അപ്പൊ ഓരോ സ്ഥാനവും മാറുമ്പോൾ 5 വീതം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഞാൻ 10ൽ എത്തണമെങ്കിൽ 3ാം സ്ഥാനത്തോടു കൂടി 7 പൊസിഷനല്ലേ, 7 വ്യത്യാസമുണ്ട്. 7 എത്ര പ്രാവശ്യം? 7 5. We must add 7 times 5. 7 5 പ്രാവശ്യം കൂട്ടണം. മനസ്സിലായോ? അതാ 13ന്റെ കൂടെ 5 18, 18ന്റെ കൂടെ 5 23. അപ്പൊ ഇതായി 4 5. ഇതുപോലെ 10 വരെ എനിക്ക് എത്തണമെങ്കിൽ to get the 10th term,
the 10th term from 3rd term. We must add, we must add we must add 7 times 5. 7 times 5. 7 times 5. 7 എന്താണ് പൊസിഷന്റെ ഡിഫറൻസ്. ഈ 5 എന്താണ് കോമൺ ഡിഫറൻസ്. അപ്പം നമുക്ക് 10th ടേം കണ്ടുപിടിക്കാം. 10th ടേം ഈക്വൽസ് 3rd ടേം പ്ലസ് 7 times 5. അങ്ങനെ തന്നെ ആദ്യം എഴുതാം. അതായത് 3rd ടേം എത്ര 13 പ്ലസ് 7 times 5 എന്ന് പറയുമ്പോൾ 7 into 5. ഇപ്പൊ എത്ര കിട്ടും 13 plus 35 48 എന്ന് കിട്ടും. അപ്പം 10th ടേം 48 ആണ്. ഇത്രയൊന്നും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ചെയ്യാനാണെങ്കിൽ ഇതൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എത്രയുണ്ട് 3. 3 10 വരെ ആവാൻ എത്ര 7. അപ്പൊ മൂന്നാമത്തെ പദത്തിനോട് 7 പൊതുവ്യത്യാസം 7 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. ഷോർട്ടായിട്ട് അതേ ഉള്ളൂ. ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 10ാം പദം കിട്ടണമെങ്കിൽ 3ാം പദത്തിൽ നിന്നാണെങ്കിൽ 7 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. ഇനി 4ാം പദത്തിൽ നിന്നാണെങ്കിൽ 6 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. 5ാം പദത്തിൽ നിന്നാണെങ്കിൽ 5 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. ഇത് നോക്കിക്കേ 3ഉം 7ഉം 10 ആണേ. ഇവിടെ 7 പ്രാവശ്യം പൊതുവ്യത്യാസം 3ന്റെ കൂടെ കൂട്ടുമ്പോൾ 10. 7ഉം 3ഉം 10. ഇവിടെ ഇൻറ്റു ആണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സീക്വൻസ്. ഞാൻ ഇനി ഡിക്രീസ് ചെയ്യുന്ന ഒരു സീക്വൻസ് കൂടി കാണിച്ചു തരാം. എന്നിട്ട് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യമാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഡിക്രീസ് ചെയ്യുന്നതാണ്. 91, 82, 73 അങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകുന്നു. പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, ടേം ഡിക്രീസസ് ബൈ എത്ര 91 82 പോയാൽ 9 അല്ലെ. തിരിച്ച് ചെയ്യുമ്പോൾ -9 വരും. അപ്പൊ നമുക്കത് എഴുതാം. പൊസിഷൻ ഒരിക്കലും ഡിക്രീസ് ചെയ്യത്തില്ല, എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നിങ്ങൾ ഓർത്തിരിക്കുക. പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, the term decreases by 9. എങ്ങനെയാ 9 കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 91 - 82 9 ആണ്, അല്ലെങ്കിൽ 82 - 91 -9 എന്ന് കിട്ടും. ആഡിങ് -10 or subtracting 9. അപ്പൊ ഇവിടെയും ടു ഗെറ്റ് 10th ടേം പൊസിഷൻ ഡിഫറൻസ് നമുക്ക് നോക്കാം. എത്രയാണ് പൊസിഷൻ ഡിഫറൻസ്? പൊസിഷൻ ഡിഫറൻസ് 3rd ടേം ഉണ്ട് അല്ലെ. 10th ടേമിലാ പോണ്ടത്. നമുക്ക് 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 10 - 3 7. കോമൺ ഡിഫറൻസ് എത്ര 9. അപ്പം 7 പ്രാവശ്യം 9 കുറച്ചാലേ ഞാൻ 10ാം പദത്തില് എത്തുകയുള്ളൂ. 7 പ്രാവശ്യം എന്താണ് കോമൺ ഡിഫറൻസ് ആയ 9 കുറച്ചാലേ ഞാൻ 10ല് എത്തും. ടു ഗെറ്റ് 10th ടേം, to get 10th term, 3rd term minus 7 times 9. 7 times 9. അതായത് 3rd term എത്ര 73 minus 7 into 9. 73 minus 63 equals 10. അപ്പം എൻ്റെ 10th ടേം എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇത്രയൊന്നും എക്സ്പ്ലനേഷൻ ഒന്നും എഴുതാതെ നമുക്ക്
ഡയറക്റ്റ് ആൻസറിൽ എത്താൻ കഴിയും. അതായത് x10 10th ടേമിനെ വിളിക്കുന്ന പേരാണ് x10 പത്താമത്തെ പദം. x3 മൂന്നാം പദം പ്ലസ് 7 പ്രാവശ്യം കോമൺ ഉണ്ട്. 7 3 10. ഇവിടെ കോമൺ ഡിഫറൻസ് കുറയുന്നതുകൊണ്ട് നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ എങ്ങനെ എഴുതാം? x3 പ്ലസ് x3 മൈനസ് 7d എന്ന് എഴുതാം. x10 ഈക്വൽസ് x3 എത്ര? 73 മൈനസ് 7 into 9. 73 minus 63 equals 10. ഇതല്ലേ ആൻസർ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത്രയും എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലാതെ ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് എളുപ്പത്തില് കാര്യങ്ങള് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അത് കൂടാതെ നമുക്ക് ഒരു റിലേഷൻ ഇവിടെ വരുന്നുണ്ട്. പൊസിഷനും ടേംസും റിലേറ്റഡ് ആണ് അല്ലേ? പൊസിഷൻ ഇൻക്രീസസ്, ചിലപ്പം ഡിക്രീസസ്. എന്താണ് പൊസിഷൻ ഡിക്രീസ് ചെയ്യുന്ന കേസ് നമുക്ക് പിന്നീട് പഠിക്കാം. ഇതിൻ്റെ അകത്ത് പൊസിഷൻ ഡിക്രീസ് ചെയ്യുന്ന കേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എക്സസൈസിലേക്ക് പോകാം. എക്സസൈസിലെ ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 11, 21 ഡാഷ്. അതായത് ഈ തന്നിരിക്കുന്ന സമാന്തര ശ്രേണി 1, 11, 21 എന്ന സമാന്തര ശ്രേണിയിലെ 25ാമത്തെ പദം എത്ര? അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ ചെയ്ത അത്രയും എക്സ്പ്ലനേഷൻ ഒന്നും എഴുതാതെ നമുക്ക് എളുപ്പത്തില് ചെയ്യാൻ പറ്റും. അപ്പൊ മൂന്നാം പദത്തിൽ നിന്നാണ് 25 പോകുന്നത്. അപ്പം 25th term equals third term plus 25 3 പോയ 22. 22 പൊതുവ്യത്യാസം 22 ടൈംസ് ഇവിടെ പൊതുവ്യത്യാസം എത്ര? 11 1 പോയാല് 10. 11 1 പോയാല് 10. 25 3 പോയാല് 22. അതാണ് 3 പോയി കഴിഞ്ഞാൽ 22. 22 ടൈംസ് 10. അതായത് തേർഡ് ടേം ഈക്വൽസ് 21 ആണ്. തേർഡ് ടേം അത് വേണമെങ്കിൽ ഇതെല്ലാം സൈഡിൽ എഴുതിയിട്ടേക്കാം നമുക്ക്. തേർഡ് ടേം ഈക്വൽസ് 21. അപ്പൊ തേർഡ് ടേം 21 ആണ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. 21 പ്ലസ് 22 ടൈംസ് കോമൺ ഡിഫറൻസ്. അതായത് കോമൺ ഡിഫറൻസ് എത്ര? 10. നമുക്ക് എത്ര കിട്ടും? 21 പ്ലസ് 220 എത്ര? 220യും 21ഉം കൂടെ ആഡ് ചെയ്താൽ ഇവിടെ എത്ര വരും? 241. ഇതാണ് 25th ടേം എന്ന് പറയുന്നത്. 25th ടേം ഫസ്റ്റ് ടേമിൽ നിന്നാണെങ്കിൽ എന്താണ്? 24 ടൈംസ് 10. ഇപ്പൊ നമുക്ക് തേർഡ് ടേം വരെ അറിയാവുന്നത് കൊണ്ട് തേർഡ് ടേമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എഴുതിയിട്ടിട്ടുണ്ട്. പേജ് നമ്പർ 18 എന്ന് എഴുതാൻ വിട്ടുപോയി. പേജ് നമ്പർ 18 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം, the 10th term of an arithmetic sequence is 46. സീക്വൻസ് ആയിട്ടല്ല തന്നിരിക്കുന്നത് കേട്ടോ. ആൻഡ് ഈസ് 11th term 50. അതായത് 10ാം പദം 46ഉം 11ാം പദം 51 ആണെങ്കിൽ ഒന്നാം പദം എത്ര? ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യത്തില്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുമ്പം 10ാം പദവും 11ാം പദവും തന്നാൽ അടുത്തടുത്തുള്ള 2 പദങ്ങളാണ്. അപ്പം പൊതുവ്യത്യാസം അതിൽ നിന്ന് കിട്ടത്തില്ലേ? കിട്ടും. എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയാം. കഴിയും. ഓക്കെ, ചോദ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതാം. 10th term എത്ര? 10th term ഈക്വൽസ് 46.
11th term equals 51. ഇവിടെ കോമൺ ഡിഫറൻസ് കിട്ടത്തില്ലേ? കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് 51 minus 46 എത്ര? 5. ഒന്നാമത്തെ പദമാണ് ചോദിച്ചിരിക്കുന്നത്. 10ാം പദം എത്തണമെങ്കിൽ 1ാം പദത്തിനോടുകൂടി 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അപ്പം ഫസ്റ്റ് ടേം പ്ലസ് 9 times കോമൺ ഡിഫറൻസ് ഈക്വൽസ് 10th ടേം. മനസ്സിലായോ? 1, 9, 10. അപ്പം ഒന്നാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ 10th ടേമിൽ നിന്ന് 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കുറച്ചാ പോരെ? മതി. Therefore, ഫസ്റ്റ് ടേം ഈക്വൽസ്, ആദ്യത്തെ ചോദ്യം ഫസ്റ്റ് ടേം ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, ഈക്വൽസ് 10th ടേം മൈനസ് 9 times common difference equals 46 minus 9 into 5 equals 46 minus 45 equals 1. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് 5 ടേംസ്. ഫസ്റ്റ് 5 ടേംസ് ആണ്. അപ്പൊ ഒന്നാമത്തെ പദം കിട്ടിയില്ലേ? അപ്പൊ ഒന്നാമത്തെ പദം 1, 5 കൂട്ടുമ്പോ 6, 11, 5 16, 5 21. ഇതാണ് ആദ്യത്തെ 5 പദങ്ങള് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് എത്ര പദങ്ങൾ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. ഇനി 2 ചോദ്യങ്ങൾ കൂടി എക്സസൈസിൽ ബാക്കിയുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ